Hey all, Assalamu alaikum. Welcome back to my channel. It's me Tazli Sadiq. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് മീഷോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് കേട്ടോ. അതിൽ തന്നെ ഷർട്ട് ഡ്രസ്സ് വരുന്നുണ്ട്, ഹോട്ട് സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഡ്രസ്സിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കൂ കേട്ടോ. വന്നിട്ടുള്ളത് ഒരു കോട്ട് സെറ്റ് ആണ്. അപ്പോൾ ഇത് പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് പ്രിന്റ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. മെറ്റീരിയൽ വന്നിട്ട് ഒരു റയോൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നെക്ക് വന്നിട്ട് കോളേർഡ് ആയിട്ടുള്ള നെക്കാണ്. ഒരു ഇവിടെ തൊട്ടൊരു ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടൺസും കാര്യങ്ങളൊന്നുമില്ല. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിങ് ലൈറ്റ് ഇതുപോലെയുള്ള ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ലേസിന് വന്നിട്ട്. അതുപോലെ തന്നെ ലെങ്ത് വന്നിട്ട് എനിക്ക് കാഫ് ലെങ്ത് ആണ് ഉള്ളത്. എൻഡിങ്ങിലായിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും ഈ ടോപ്പിനെ കുറിച്ച് പറയാനല്ലേ. സൈസ് ചൂസ് ആക്കിയിട്ടുള്ളത് XL ആണ്. നമുക്കിത് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടമായിട്ടില്ല. ഓക്കെ പ്രൊഡക്റ്റ്, അതായത് എനിക്കൊന്നും ഇതിന്റെ പ്രിന്റ്സും കാര്യങ്ങളൊന്നും അത്ര വലിയ ഇഷ്ടമില്ല. ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ലേസ് ആണ്. ലേസ് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ബോട്ടം വന്നിട്ട് സെയിം ഇതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്, പ്രിന്റും കാര്യങ്ങളെല്ലാം. വേസ്റ്റ് വന്നിട്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിറ്റിംഗ്സ് വന്നിട്ട് പാരലൽ ഫിറ്റിംഗിലാണ് വന്നിട്ടുള്ളത്. എൻഡിങ് ലൈറ്റ് ഒന്നും പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, സാധാരണ പോലെ തന്നെയാണ് ഉള്ളത്. പ്രൈസ് വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 400 and something ആണ്. ആ പ്രൈസിന് ഉണ്ടോന്ന് വെച്ചാൽ ഓക്കെ പ്രൊഡക്റ്റ് ആണ്. അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബാക്കി സൈസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എല്ലാം കറക്റ്റ് ആയിട്ടാണ് നമുക്ക്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഷർട്ട് ഡ്രസ് ആണ് കേട്ടോ. കുറച്ച് നല്ല റിവ്യൂ ഉണ്ട് ഈ ഷർട്ട് ഡ്രസ്സിന് വന്നിട്ട്. ഞാനും വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാന്ന്. ഇതും പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോട്ടൺ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ടോപ്പ് തൊട്ട് ത്രൂ ഔട്ട് എൻഡിങ് വരെയും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ്. സാധാരണ ഷർട്ട് ബട്ടൺ വരുന്ന പോലെയുള്ള സാധാരണ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്കൊക്കെ വന്നിട്ട് കോളേർഡ് ആണ്. പിന്നെ സ്ലീവ് വന്നിട്ട് എൽബോ വരെയുള്ളൂ കേട്ടോ. നമ്മുടെ കൈമുട്ട് വരെ ഈ സ്ലീവിന്റെ ലെങ്ത് ഉള്ളൂ. ബാക്കി എല്ലാം ഓക്കെ ആണ്. ഞാൻ ഇത് ചൂസ് ചെയ്ത സൈസ് XL ആണ്. പക്ഷെ എനിക്ക് വന്നിട്ടുള്ളത് XXL ആണ്. ഇതാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. XL എടുത്തെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും. XXL വന്നത് കൊണ്ട് സൈസിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈസും കൂടി കുറച്ചും കൂടി ലാർജ് എടുത്തു, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ വെയർ ചെയ്യാം. ഞാൻ ഇത് വെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് പ്രൈസ് കൂടുതലാണ്. 600 and something മറ്റാണ് ഇതാണ് കിട്ടിയിട്ടുള്ളത്. ആ പ്രൈസിന് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫുൾ മാക്സി ലെങ്ത് ആണ്. അതായത് നമുക്ക് കാലിന്റെ അടിവരെ ഉണ്ട് എന്ന് വേണം ഏകദേശം പറയാൻ വേണ്ടി. നല്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കോട്ട് സെറ്റ് ആണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് മീഷോയില് വന്നിട്ട്. കുറെ ആള് ഞാൻ ഇത് വെയർ ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ഇത് എന്റെ കയ്യിൽ കിട്ടിയ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഇഷ്ടമായിട്ടില്ല. എനിക്ക് ഈ ഒരു പ്രിന്റ്സും അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ഒരു ഷീറ്റിനൊക്കെ വരുന്ന ഒരു കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതായത് ഒരു വെയർ ചെയ്ത് തന്നെ ഒരു ഇങ്ങനെ പുടവ പോലെ നിൽക്കുന്ന അതുപോലെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ എനിക്കിത് ഇഷ്ടമായിട്ടില്ല. പിക്ചറിൽ കാണുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൈ കിട്ടിയത് ഇതിന്റെ പ്രിന്റ്സും അതുപോലെ തന്നെ ഒന്ന് വെയർ ചെയ്തിട്ട് നമുക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ നെക്കൊക്കെ വന്നിട്ട് നല്ല അടിപൊളി നെക്കാണ്. വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോർഡറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡിങ്ങിലായിട്ടും ഇതുപോലെ ചെറിയൊരു ലേസ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. ഞാൻ XL ആണ് ചൂസ് ആക്കിയിട്ടുള്ളത്. കറക്റ്റ് സൈസിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിങ്ങിലായിട്ടും ഇതുപോലെയുള്ള ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം പേഴ്സണലി എനിക്കിത് ഇഷ്ടമായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചോ. എനിക്ക് എന്തോ ഇതിന്റെ മെറ്റീരിയൽ വൈസായാലും ഒരു പ്രിന്റ്സും ഒന്നും നമുക്ക് അത്ര ഇഷ്ടമില്ല. സാധാരണ എനിക്കൊരു ബെഡ്ഷീറ്റ് ഒക്കെ പോലെ നമുക്കിത് വെയർ ചെയ്തിട്ടും അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം പിന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ട് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. അത് ടോപ്പിന്റെ മെറ്റീരിയൽ പോലെയല്ല ബോട്ടത്തിന്റെ വന്നിട്ടുള്ളത്. ഒരു റയോൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഇത് അത്ര സീത്രൂ അല്ല. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബോട്ടം കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേസ്റ്റിലായിട്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിന്റെ എൻഡിങ്ങിലും ഇതുപോലെയുള്ള ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് 500 and something. എന്തായാലും ഇതിനൊക്കെ ലിങ്കിന് അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് എഗെയിൻ ഒരു ഷർട്ട് ഡ്രസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പിക്ചറിൽ കാണുമ്പോൾ ഇത് ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഒരു ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ മെറ്റീരിയൽ പറയുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡബിൾ ലെയർ പോലെയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്.
നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്രിങ്കിൾഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഇങ്ങനെ ഒരു ചുരുണ്ട പോലത്തെ ഒരു മെറ്റീരിയൽ അല്ലേ, അതുപോലെയുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് 2 പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് അതായത് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെയും ത്രൂ ഔട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് സ്ലീവ്ലെസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഓൾറെഡി കട്ടി ഒരു 1-2 ഇഞ്ചോ ഒരു താഴ്ച ഉണ്ടാവും സ്ലീവിന്, അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ഇന്നർ വെച്ചിട്ട് എന്തെങ്കിലും പെയർ ചെയ്തേനായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഇതിന്റെ സൈസ് ഞാൻ ചൂസ് ആക്കിയുള്ളത് XL ആണ് ഞാൻ ചൂസ് ആക്കിയുള്ളത്, പക്ഷെ വന്നിട്ടുള്ളത് XXL ആണ്. ഇതാ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് കേട്ടോ. XL വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും. ഇത് XXL ആണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഹാഫ് ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ പ്രൈസ് കുറച്ച് റേറ്റ് കൂടുതലാണ്, നമുക്ക് പ്രൈസ് എത്രയാണെന്ന് ഓർമ്മില്ല. എന്തുകൊണ്ടും ആ പ്രൈസിന് എന്തോ ഇഷ്ടമായി. നല്ലൊരു ബ്രോൺസ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി ട്രൈ ചെയ്ത്. ഡ്രസ്സ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഓരോ ഡ്രസ്സസിന്റെയും അഭിപ്രായം എന്റെ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചവരാണെങ്കിൽ അതിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് കോമെന്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാനിത് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.